ഐശാനെ ശാന്തി ഭവൻ അഭയകേന്ദ്രം. ഇതേതോ വെൽ സെറ്റപ്പ് ട്രസ്റ്റിന്റെ അഭയകേന്ദ്രമാണല്ലോ. വാ. അഞ്ചു സുന്ദരികൾ എന്തിനാടാ ഇവിടെ വന്നത്? അഭയകേന്ദ്രമല്ലേ, ജീവകാരുണ്യ സംഭാവന കൊടുക്കാൻ വന്നായിരിക്കും. 5 പണച്ചാക്കുകളാണല്ലോ. എടാ, ജീവകാരുണ്യത്തിന് സംഭാവന കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അവളൊക്കെ എന്തിനാ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വരുന്നത്? അതിനായി അവരിവിടെ വരേണ്ട കാര്യം എന്താ? എടാ, ഞാൻ ചോദിച്ച കാര്യം എന്നോട് തന്നെ തിരിച്ചു ചോദിക്കാതെ തലയ്ക്കകത്ത് എന്തെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ച് കണ്ടുപിടി. ഇക്കാര്യം അറിയാനാണെങ്കിൽ ഇത്ര തലപുകഞ്ഞ് ആലോചിക്കുക എന്തിരിക്കുന്നു അണ്ണാ? നമുക്കിവിടെ അന്വേഷിച്ചാ പോരെ? അത് ഇവിടെ അന്വേഷിക്കുന്നതിന് നിന്റെ ഉപദേശത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഡൈഷാനെ, 5 സുന്ദരികൾ ഇവിടെ സംഭാവന കൊടുക്കാൻ വന്നൊന്നുമല്ല. അവരുടെ ഈ വരവിനുള്ള ആരവുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ട്. അതെന്താണെന്ന് അറിയണം. അതെ, കാരണം ഇതിന്റെ നടത്തിപ്പേരാരാണ്? എന്താണോ താൻ ഊമയാണോ? ഇവിടെ ഒരുതനും ഇല്ലടാ. മിസ്റ്റർ, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് അതിനകത്ത് കയറിയത്? ഞാൻ ഒരിടത്ത് കയറണമെന്ന് വിചാരിച്ചാൽ കയറിയിരിക്കും. അതിന് പ്രത്യേകിച്ച് ആരുടെ അനുവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. ദയവായി നിങ്ങൾ പുറത്തേക്ക് പോണം. ഇതൊരു അഭയകേന്ദ്രമാ. പലതരം മാനസികാവസ്ഥയിലുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാ. ഇഷാനെ, നമ്മുടെ മാനസികാവസ്ഥ ഇയാൾക്ക് അറിയാത്തോണ്ടാണെന്ന് തോന്നുന്നു. ഒന്ന് പറഞ്ഞു കൊടുത്തേക്കടാ. കുറച്ച് ദിവസമായിട്ട് അണ്ണൻ ഡിപ്രഷനിലാ. അണ്ണനെ പ്രകോപിപ്പിച്ചാലേ അണ്ണൻ വയലന്റ് ആവും. അതുകൊണ്ട് പ്രകോപിപ്പിക്കരുത്. നിങ്ങൾ ആരാ? അനുവാദമില്ലാതെ ഇതിനകത്ത് എന്തിനാ കയറിയത്? ചോദ്യം ചെയ്യണം മാത്രം. ഞങ്ങളിവിടെ വന്നതാണ് അതിന്റെ കുഴപ്പം. കുറച്ചു മുമ്പേ 5 പെമ്പിളർ ഇവിടെ വന്നപ്പോ കുഴപ്പമില്ലല്ലോ. അവർക്ക് ഇവിടെ വരാൻ പോവാ. വിടാനാ പറഞ്ഞേ. ഞങ്ങൾക്ക് പറ്റില്ലല്ലേ? അണ്ണ പറയുന്ന കേക്ക്. വിടാനാ പറഞ്ഞേ. പറയടോ, ആ 5 പെമ്പിളർ എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ ആരെ കാണാൻ വേണ്ടിട്ടാ വന്നത്? എനിക്ക് അറിഞ്ഞേ പറ്റൂ. അത് പറയാൻ കഴിയില്ല സാർ. അതൊക്കെ ഞങ്ങളുടെ പ്രൈവസി ബാധിക്കുന്ന കാര്യമാ. നിങ്ങൾ പുറത്തു പോണം. താൻ മിനിസ്റ്റർ കൃഷ്ണദാസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അദ്ദേഹത്തിന്റെ മകനാണ് ഇദ്ദേഹം. മിനിസ്റ്ററുടെ മകനോ? അണ്ണനെ പിണക്കിയാലേ തന്റെ ഈ അഭയകേന്ദ്രം നാളെ ഇവിടെ ഉണ്ടാവില്ല. ഇനി പറ, ആ പിള്ളേർ എന്തിനാ ഇവിടെ വന്നത്? ആ കുട്ടികൾ ഡോക്ടർ ഗബ്രിയേൽ സാർ ആവശ്യപ്പെട്ട പ്രകാരം വന്നതാ. വെറുതെ വന്നു അതോ കട്ടിക്ക് നല്ല സമ്മാനം എന്തെങ്കിലും കിട്ടിയായിരുന്നോ? അവരിവിടെയുള്ള ഒരു അന്തേവാസിയെ കാണാൻ വന്നതാണ് സാർ. ഏത് അന്തേവാസിയെ? അംബിക. ആരാണ് ഈ അംബിക? ആരാണ്? ആ കുട്ടിയുടെ ഫ്രണ്ടിന്റെ അമ്മയോ മറ്റോ ആണെന്ന് തോന്നുന്നു. അവരെ ഫ്രണ്ട് ആരാ? പേര് പറഞ്ഞോ? അത് പറഞ്ഞില്ല സാർ. അവരെന്തിനാ അംബിയെ കാണാൻ വന്നത്? അംബിക അവരും തമ്മിൽ എന്താ സംസാരിച്ച? അതറിയില്ല സാർ. തനിക്കറിയില്ലേ? ഞങ്ങളത് അംബിയെ കൊണ്ട് പറയിപ്പിച്ചോളാം. താൻ ഞങ്ങൾക്ക് അംബിയെ കാണിച്ച. അത് വേണോ സാർ? ഗബ്രിയേൽ സാർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കുട്ടികളെ അംബികയെ കാണാൻ അനുവദിച്ചത്. മിനിസ്റ്ററുടെ മോൻ പറഞ്ഞാൽ താൻ കേക്കില്ലേ? അംബിയെ ഞങ്ങൾക്ക് കാണിച്ചോടോ. അവരെ കണ്ടതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾക്ക് അവരെ കണ്ടേ പറ്റൂ. താനതേ അവരെ കാണിച്ച. എന്തുപറ്റി? ഇവിടെ എന്തിനാ നിർത്തിയേ? എനിക്കൊരു സംശയം. ഷൈനിയുടെ സംശയം നിനക്കും പടർന്നോ? ഞാൻ എന്താ സംശയരോഗിയോ? ഞാൻ സംശയരോഗിയാണെങ്കിലേ നീ ഫുഡ് പേഷ്യന്റാ. ഫുഡ് നിനക്ക് ആരോ കൈവശം തന്നിട്ടുണ്ട്. വേറെ എന്തിനെ പറ്റി പറഞ്ഞാലും ഫുഡിനെ പറ്റി മാത്രം പറയരുത്. അതെങ്ങനെ ശരിയാവും മേഘേ? ഫുഡിനെ പറ്റി ഒരു ദിവസം പലവട്ടം നമുക്ക് പറയേണ്ടി വരില്ലേ? എടി, അത് നല്ലതുപോലെ വല്ലതും കഴിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാ. അല്ലാതെ നിന്നെ പോലെ കീച്ചോടായിട്ട് നടക്കുന്നവർക്ക് ഫുഡിനെ പറ്റി പറയാൻ ഒരു അവകാശവും ഇല്ല.
നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഉടക്കാതെ. കിരൺ, എന്താ പ്രശ്നം? നമ്മൾ ആ അഭയകേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേ അവിടെ ഒരു കാറ് കിടക്കുന്നത് മിററിലൂടെ ഞാൻ കണ്ടായിരുന്നു. അപ്പോ നമ്മൾ ആരവിന്റെ അമ്മയെ കാണാൻ ചെന്നത് ആരോ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആരോ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ കിരണേ. ആ കാറ് രുദ്രന്റെ കാറായിരുന്നോ? തിടുക്കപ്പെട്ട് പോകുന്നോണ്ട് ഞാൻ അപ്പൊ ശ്രദ്ധിച്ചതുമില്ല. ഇപ്പോഴാ ഞാൻ ഓർത്തത്. അതാരുടെ വണ്ടിയാ? അത് വേറെ ആരുടെയും കാറല്ല, രുദ്രന്റെ കാർ തന്നെ ആയിരിക്കും. അയാള് മറ്റൊരു വാഹനത്തില് നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോ ആരവന്റെ അമ്മ താമസിക്കുന്ന സ്ഥലം രുദ്രൻ കണ്ടെത്തി കഴിഞ്ഞോ? ആകെ പ്രശ്നമാവൂലോ. അത് പ്രശ്നമാവും. ആ കാറിലുണ്ടായിരുന്നയാള് രുദ്രനാണെങ്കിൽ അയാൾ ആരവിന്റെ അമ്മയെ തിരിച്ചറിയും. ആ കാറിലുണ്ടായിരുന്നത് രുദ്രനാണെന്ന് നമ്മുടെ സംശയല്ലേ? രുദ്രനെ നമ്മളാരും അവിടെ കണ്ടില്ലല്ലോ. ഇത് വേറെ ആരെങ്കിലും ആണോ? ACP വേഷം മാറി നമ്മളെ നിരീക്ഷിക്കാൻ അവിടെ എത്തിയതാണോ? കൺഫ്യൂഷൻ ആയാലോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് തീർക്കണം. നമുക്ക് തിരിച്ചു പോയാലോ? അതെ, തിരിച്ചു പോവാം. നമ്മൾ അധിക ദൂരമൊന്നും വന്നിട്ടില്ലല്ലോ, അഭയകേന്ദ്രത്തിന്റെ അടുത്ത് തന്നെയല്ലേ. ആ, എന്നാ എല്ലാരും ഇറങ്ങ, നമുക്ക് അവിടെ പോയിട്ട് വരാം. നടന്നു പോവാനോ? വീണ്ടും വണ്ടിയായിട്ട് അങ്ങോട്ട് ചെന്നാ ശരിയാവില്ല. നമ്മൾ പോന്നതിന് ശേഷം അവിടെ എന്ത് നടന്നു എന്ന് അറിയണമെങ്കിൽ രഹസ്യമായിട്ട് അവിടെ എത്തണം. ആരെങ്കിലും നമ്മളെ കണ്ടാലോ? കാണുന്നതും കാണാതിരിക്കുന്നതും ഒക്കെ പിന്നീടുള്ള കാര്യമല്ലേ. ആദ്യം നമുക്ക് അവിടെ എത്താം. ജസ്റ്റ് നടക്കാവുന്ന ദൂരമല്ലേ നമ്മൾ വന്നിട്ടുള്ളൂ. പോയിട്ട് വരാം. കിരണിന്റെ സംശയം തീർക്കണമല്ലോ. എല്ലാരും ഇറങ്ങ. വാ. വരണം. ഇതാണ് അംബികയുടെ മുറി. അംബിക ഇതിനകത്തുണ്ടോ? അവരിവിടെ നിന്ന് എവിടെ പോകാനാ? ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ വന്ന് കണ്ടോളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണം. അതവർക്ക് സന്തോഷമാവുമെങ്കിൽ ആയിക്കോട്ടെ. വരൂ. അംബികേ, അംബികയ്ക്ക് ഇവരെ മനസ്സിലായോ? എനിക്കിവരെ മനസ്സിലായില്ലല്ലോ സാറേ. ഞങ്ങള് ചേച്ചീനെ ഒന്ന് കാണാനായിട്ട് വന്നതാ. മന്ത്രിയുടെ മകനും കൂട്ടുകാരനുമാ. മന്ത്രിയുടെ മോനോ? അതെ, മന്ത്രിയുടെ മകനാ ഈ നിൽക്കുന്ന രുദ്രൻ സാർ. മന്ത്രിയുടെ മോൻ എന്നെ എന്തിനാ കാണാൻ വന്നേ? രുദ്രൻ സാറിനെ അംബികയോട് എന്തോ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതിനെന്താ, ചോദിച്ചോളൂ.